ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുൽഫിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു നുള്ള് കുങ്കുമപ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 ടിന്നിനെയും കാട്ടിയും ഒരല്പം കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 ടിൻ എടുത്താലും മതിയാവും. പിന്നെ ഒരു വൈറ്റ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇതൊരു 10 ബദാമും ഒരു 10 പിസ്താഷ്യോസും ഞാൻ മിക്സറിലൊന്ന് പൾസ് ചെയ്തെടുത്തേക്കാണ്. അപ്പം ഇത് തീരെ പൊടിയായിട്ട് വേണ്ട, ചെറിയൊരു തരിതരിപ്പായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പാൽ നന്നായിട്ട് കുറുക്കിയെടുക്കാനാണ് പോകുന്നത്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒരു വലിയ പാൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാവുമ്പോൾ പാൽ തിളച്ച് മറിയില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നാൽ മതി. ഇതിപ്പോൾ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കുകയാണ്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പാൽ നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടും. ഇനി പാൽ തിളച്ചതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച് ബദാമും പിസ്താഷ്യോസും ഇട്ട് കൊടുക്കുകയാണ്. അത് മുഴുവൻ ഇടണ്ട, നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതിന് ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് മേടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ ഇവോപ്പറേറ്റഡ് മിൽക്ക് നമുക്ക് ടിന്നിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാല് കുറുക്കിയെടുക്കുന്ന പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ കുൽഫി ഉണ്ടാക്കിയെടുക്കാൻ കുറേ കൂടെ എളുപ്പമാണ്. ഞാൻ ഇനി ഇതിലേക്ക് കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റും കൂടി ഇത് അടുപ്പത്ത് തന്നെ വെക്കുകയാണ്. അപ്പോൾ ആ ഒരു അടുപ്പിൻ്റെ ചൂടുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് കുറുകി കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവോപ്പറേറ്റഡ് മിൽക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ പാലിന് പകരം അത് ഒഴിച്ചു കൊടുക്കുക. ഒരു 250 ഗ്രാം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഏലക്കയും കുങ്കുമപ്പൂ ഒക്കെ നമ്മൾ പാലിലിട്ടതിന് പകരം എല്ലാം ഈ മിക്സറിൽ തന്നെ ഇട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ബ്രെഡ് സ്ലൈസസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഉള്ള ബദാമും പിസ്താഷ്യോസിൻ്റെയും പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുൽഫി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് ആ കുൽഫിയിൽ ഒരു ചെറിയൊരു തരിതരിപ്പ് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനി കുൽഫി മോൾഡ്സിലോട്ട് ഒഴിച്ചു വെക്കാം. അപ്പോൾ കുൽഫി മോൾഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ചു വെച്ചാലും മതിയാവും. പക്ഷേ അതൊരു നല്ലൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 6 കുൽഫി വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇത് ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമ്മുടെ കുൽഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.